ചേട്ടാ നമുക്ക് ലിറ്റിൽ ഏഞ്ചൽ വരാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ലിറ്റിൽ ഏഞ്ചലിന്റെ പെർഫോമൻസ് ആണ്. ആരാണ് വരുന്നത്? വൈദേഹി കുട്ടിയാണ് എത്തുന്നത്. വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം വൈദേഹി കുട്ടി ഓൺ സ്റ്റേജ്. പാവക്കുട്ടി വന്ന പോലെ ഉണ്ടല്ലോ. നല്ലൊരു പാവക്കുട്ടി വന്ന പോലെ. ആള് മാറിപ്പോയി. ഉഗ്രായിട്ടുണ്ട് കേട്ടോ. അതെ, എല്ലാരും മാച്ചിങ്. അതെ, വലിയ ആകാംക്ഷ. ഏത് പാട്ടാണ് ഈ ഡ്രസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്? അതെ, അത് തക്കുടുകുട്ട എൻജിയങ്കിള് പാടിയതാ. ഏ സിനിമ എനിക്ക് ഓർമ്മയില്ല. സിനിമ പട്ടണത്തിൽ സുന്ദരൻ. പട്ടണത്തിൽ സുന്ദരൻ. സുന്ദരനാണെന്നുള്ള കാര്യം മനസ്സിലായി. പട്ടണത്തിലാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, മുടി മൊത്തം വെട്ടിയില്ല, ഇവിടെ മാത്രമേ. ഞാനും വെട്ടി മക്കളെ, ഇന്നലെ പോയി വെട്ടി. സെയിം ബെഞ്ച്. ഈ പട്ടണത്തിൽ ആരാ മ്യൂസിക്? ഞാൻ തന്നെ പറയാം. വേണ്ട, അടുത്തത് ലിറിക്സ്. ലിറിക്സ് കൈതപ്പുറം സാർ. വെരി ഗുഡ്. പാടിയതാരാ? പാടിയത് എൻജി അങ്കിള്. ഞാനല്ല. അതെ, എങ്കിൽ അതെ ഇരിക്കട്ടെ അല്ലേ? ഒരു വെയിറ്റ് ഉണ്ട് ഇതൊക്കെ. അപ്പൊ എങ്ങനെയാ പാട്ടും തുടങ്ങുന്ന ഓർത്തോട്ടെ ഞാൻ. തക്കുടുകുട്ട ഓ ചക്കര മുത്തേ, ഓ കണ്ണിനു കണ്ണിൽ ചാഞ്ചാട്, എൻ മണി കുഞ്ഞിന്നമ്പിളിക്കിണ്ണം വെണ്ണ നിറച്ചേത്താ. ഏത് വർഷം ഇത്? വർഷം 2003. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും മോൾ എന്നെ പാടി ഒന്ന് ഓർപ്പിക്കും. അതെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ഡാഡി.
ഉണ്ണിക്കുട്ടി. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. അടിപൊളി. ഗ്രൂപ്പ് നൈസ് നൈസ്. അതെ, നൈസ് നൈസ്, ഗുഡ് ഗുഡ്. മക്കളെ ആ മക്കൾ ആദ്യം പറഞ്ഞു ആ ഉടുപ്പിന് ചേരുന്ന പാട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഉണ്ണിക്കണ്ണ ഉണ്ണിക്കണ്ണ അതെ. എന്ന് കിടന്ന് കൃഷ്ണന്റെ വിളിക്കുക. പാട്ടായിരുന്നല്ലോ. ആ മൊത്തത്തിൽ കൃഷ്ണനായിരുന്നു. കൃഷ്ണന്റെ അടുത്ത് പറയുന്നു ഒന്ന് തട്ടുകുട്ട. പിന്നെ വേറെ ഡ്രസ് ഇല്ല, അതിലൊരു കുട്ടി ഉണ്ട്. ആ കുട്ടി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ടില്ലേ? ഓ, അതുകൊണ്ടാണോ? അതുകൊണ്ടാ ഡ്രസ് അവിടെ ഉണ്ടായിരുന്നു. സിനിമയില് സിനിമയില് എന്നിട്ട് ഞാൻ Character. അതെടുത്തിട്ടു. ഓ, അത് ശരി, അങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്യാനാ, ഇതിന് കണക്കാറ്റില്ല ഡ്രസ് ഇല്ലേ? വിധിയായി പോയില്ലേ? ഇന്നത്തെ വിധി എന്ന് പറഞ്ഞ പോലെ. അതെ, പക്ഷെ എന്തായാലും ആ ഡാൻസ് ഉണ്ട്. ആ ഓ അതെ. ഇവിടെ നിന്നോണ്ട് റിവ്യൂ ചോദിക്കായിരുന്നു ഈ കൊച്ചെങ്ങനെ പാടും. ഞാൻ പറഞ്ഞു കുഞ്ഞല്ലേ. അല്ല, ഇത്രയും കടന്ന് ഇതിന് ഡാൻസ് ഒന്നല്ല പറയണത്. ഇറങ്ങിയിട്ട് അല്ലേ? ഇതിന് എന്താ പറയാ, അങ്ങനെ ശരീരം മൊത്തം ആർമാദിച്ചു. ഒരാള് ഗാനമേള കാണുന്ന താഴെ എന്താ പിള്ളേര് ചാടൂലേ എന്ന് പറഞ്ഞ ഒരാൾ ഇത് പാടുകയും ചെയ്യണം. റിമി ഞെട്ടിയിരിക്കുക. കാരണം റിമി ആണ് ഏറ്റവും കൂടുതൽ. അല്ലല്ലേ? വലത്തെ കൈ ഭയങ്കര ഇടത്തെ കൈ ഇരട്ടി അടിയാ. അല്ല, ഇപ്പൊ വലത്തെ കൈ പതുക്കെ ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. അതെ അതെ. അല്ല, കൈ പതുക്കെ റെഡി ആവുന്നുണ്ട്, ഇച്ചിരി അഹങ്കാരം വരുന്നുണ്ട്. ആയിക്കോളൂ ആയിക്കോളൂ. അല്ല, എന്നിട്ട് ഇതിന്റെ ഇടയിലൊക്കെ ഓരോ ബീജിയിലും ഓരോ സ്റ്റെപ്പായിരുന്നു. അതെ. ആ ഇത് വേണ്ട. പിന്നെ മറ്റേ വെസ്റ്റേൺ സ്റ്റെപ്പായിരുന്നു. ആ ഉടുപ്പിന് പറ്റിയ ആളെന്ന് അർമാദിക്കായിരുന്നു.